മുബീൻ എന്ന് വിളിക്കാലോ അല്ലേ? മുബീൻ്റെ ഇതുവരെയുള്ള ഒരു പ്രയാണത്തെക്കുറിച്ച് എന്തെങ്കിലും പങ്കുവെക്കാൻ പറ്റുമോ? അതായത് എവിടെ നിന്നാണ് ആദ്യമായിട്ട് പാട്ട് പാടി തുടങ്ങുന്നത്, അങ്ങനെ എന്തെങ്കിലും? മുശ്രിക്കത്തുരത്തിയ നബിയവര്, മുർസലിനാദരവായവര്. ബാക്കിയോ എനിക്ക് പാട്ടറിയില്ല. പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോളീൻ, പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളീൻ. അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട, പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോളീൻ, പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട, പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. എല്ലാവരും ഒരുപോലെ പള്ളിയിലെ ആവേശത്തോടു കൂടി പോകുന്ന ഒരു സമയമാണ് അല്ലേ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യവും അതുപോലെ വൈര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ മാറ്റിവെച്ച് നല്ല മനസ്സോട് കൂടിയിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ നല്ല മനസ്സോട് കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്ന ഒരു നല്ല മാസത്തിലാണ് നമ്മൾ, റമദാനിലാണ്. ഇന്ന് റമദാനിലെ ആദ്യത്തെ ദിവസമാണ്. ഞങ്ങളിന്ന് അസ്ർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയപ്പോൾ ഇതുപോലെ നല്ലൊരു വനപ്രദേശമാണ്. അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് പാട്ടുകളൊക്കെ പാടാമെന്ന് വിചാരിച്ചു. ഇൻഷാ അല്ലാ നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ പാടാം. എൻ്റെ കൂടെ ഉള്ളത് മുബീനുൽ ഹക്ക് ഫൈസിയാണ്. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ സുപരിചിതനായ അല്ലെങ്കിൽ സുപരിചിതമായ ശബ്ദത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ നമുക്കൊക്കെ ഇന്നും കഴിഞ്ഞൊരു റമദാൻ മാസത്തിൽ മുഴുവൻ നോമ്പുതുറയുടെ റീൽസിലും മറ്റൊക്കെ ആയിട്ട് നമ്മൾ മുടങ്ങാതെ കേട്ടിരുന്നൊരു പാട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ടി ആ പാട്ടൊന്ന് പാടുമോ? പാടി. പുകളാൽ എന്ന പാട്ടാണ്. അപ്പം നമുക്ക് വേണ്ടി അദ്ദേഹം പാടും. പുകളാലുലകെങ്കും ഉയരൻറോരുതി തിങ്കും അഹമ്മദ് പ്രവാചകരോസ പുരിയങ്കൂര് മക്ക കുതിനിധി അധിപതി സരഗുണ സുമസുരരാസ മരതകമൊളിവേ തെളിവേ ജഗമിക ഗുരുവേ മരതകമൊളിവേ തെളിവേ ജഗമിക ഗുരുവേ. മുബീനുൽ ഹക്ക് ഫൈസി ഉസ്താദ് പാടിയിട്ടുള്ള പാട്ടുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള പാട്ട് ഇതാണ് എന്നാണ് അർത്ഥം. അദ്ദേഹം ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്, ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ സമസ്ത സമ്മേളനത്തിനൊക്കെ എല്ലാവരും ആസ്വദിച്ച ശബ്ദങ്ങളിൽ ഒരു ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദം. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ. ഞങ്ങൾ മിസ്മാർ ബുർദ കവാലി നമ്മുടെ ടീമിലെ ഒരു ഗായകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ നമ്മുടെ ചാനലിലൂടെയും മറ്റൊക്കെ നിങ്ങൾ കേട്ട് കാണും. ലൈവായിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമ്മളിന്ന് ആസ്വദിക്കാൻ പോകുകയാണ്. ഏത് പാട്ടാണ് നമ്മൾ സാധാരണ സ്ഥിരമായിട്ട് നമ്മൾ വേദിയിൽ പാടുന്ന കുറച്ച് പാട്ടുകളുണ്ട് അല്ലേ? ഒന്ന് ബസ് രഹാ ഹേ നസർ മേ മദീന ഒന്ന് പാടും. बस रहा है नजर में मदीना दिल में अरमान है हाज़री के रोते रोते मदीने के वाली बीत जाए न दिन जिंदगी के मेरे जीना भी है कोई जीना दूर है मुझसे तेरा मदीना मेरे जीना भी है कोई जीना दूर है मुझसे तेरा मदीना जीते जी वो घड़ी भी तो आए 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 जीते जी वो
घड़ी भी तो आए, देख लूं जलवे तेरी गली के. മദീന കണ്ട് കൊതി തീർന്നതാരാ മദീന, കൊണ്ടുപോയെത്ര ജീവൻ മദീന. ദൂരെ 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 മദീന, വാരി പുണരും നബീന. ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. നൗഷാദ് വാഖി ഉസ്താദിൻ്റെ വരികളാണല്ലേ സുഹൈൽ ഫൈസി കൂരാട് പാടിയിട്ടുള്ള വളരെ മനോഹരമായൊരു ഗാനമാണ്. അദ്ദേഹം സ്ഥിരമായിട്ട് വേദികളിൽ പാടുന്നൊരു പാട്ടാണ്. അതുപോലെ നമ്മൾ നിരന്തരമായിട്ട് ആളുകൾ ആവശ്യപ്പെടുന്നൊരു പാട്ട് തന്നെയാണ് ഈ പുകളൽ എന്ന് പറയുന്ന പാട്ടല്ലേ. അതായത് നമ്മളിപ്പോൾ മദ്രസയിൽ നിന്ന് പാടി തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ടാവും. എനിക്ക് ആദ്യം കിട്ടിയിട്ടുള്ള വേദി മദ്രസയിലെ വേദിയാണ്. നബിദിനത്തിന് സ്ഥിരമായിട്ട് പാടുന്ന പാട്ടുകളുടെ കൂട്ടത്തിൽ കുറച്ച് പാട്ടുകളുണ്ട്. പണ്ട് മുതലേ മരണത്തിൻ്റെ പാട്ടുകളായിരുന്നു ഞാൻ ചൂസ് ചെയ്തിരുന്നത്. എന്ന് വെച്ചാൽ എപ്പോഴും മരണം അല്ലെങ്കിൽ ആളുകൾക്ക് ഉള്ളിലേക്ക് തട്ടുന്ന തരത്തിലുള്ള പാട്ടുകൾ ചൂസ് ചെയ്യാനായിരുന്നു ഞാൻ ശ്രമിച്ചിരുന്നത്. എല്ലാ വർഷവും എല്ലാവരും നമ്മുടെ നബിയവരാരാണ്, മുത്ത് മുഹമ്മദ് നബിയാണ്, ഉമ്മ ആമിന നബിയാണ്, അബ്ദുള്ള ഉപ്പയുമാണ്, നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്. ഈ പാട്ടൊക്കെ എല്ലാവരും പാടുന്ന സമയത്ത് ഞാൻ അന്ന് പാടിയിരുന്ന പാട്ട് ഒറ്റയ്ക്കൊരു യാത്ര പോണം, വിട്ടു പിരിഞ്ഞങ്ങ് പോണം എന്ന് പറഞ്ഞിട്ട് മരണത്തെ പറ്റിയിട്ടായിരുന്നു ഞാൻ പാടിയിരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ വേദി എന്ന് പറയുന്നത് മദ്രസയാണ്. അപ്പം അതുപോലെ മുബീനുൽ ഹക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി ആദ്യമായിട്ട് പാടിത്തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു? പലപ്പോഴും അവസരങ്ങൾ കിട്ടാറുള്ളത് നമുക്ക് കോളേജുകളിൽ നിന്നൊക്കെ ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ആണോ? അതോ കോളേജിൽ നിന്നാണ്? ഓക്കെ. പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്നാണ് പാട്ടുകൾ പുറത്തേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങിയത് അല്ലേ? അവിടെ മത്സരത്തിൽ വിന്നറായ ശേഷം പിന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് ഓരോരുത്തർ വിളിക്കും. മാഷാ അല്ലാ. ഓക്കെ. ആദ്യമായി റെക്കോർഡറായിട്ട് ഇറങ്ങിയിട്ടുള്ള പാട്ട് ഏതായിരുന്നു? അത് പാട്ട് എനിക്ക് ഓർമ്മയില്ല. മൻസൂർക്ക് എഴുതിയ ഒരു പാട്ട്, മൻസൂർ കിളിനക്കോട് എഴുതിയ ഒരു പാട്ട്. പാട്ടിൻ്റെ വരി ഓർമ്മയില്ല. ഇല്ല. ഓക്കെ. ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോകുന്ന പാട്ടുകൾ ഏതൊക്കെയാ? വർക്കുകൾ ഇനി ഇറങ്ങാൻ പോകുന്ന ഞാനും ഫിർദൗസും കൂടി പാടിയ ഒരു പാട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പാടിയിട്ടുള്ള ഒരു പാട്ട്, അതിൻ്റെ 2 വരി പാടിയാലോ? ഇലാഹേ നീ എന്നിൽ ഹിദായത്തേക്, ഇബാദത്തോടുള്ളിൽ പ്രണയമേക്. ഇലാഹേ നീ എന്നിൽ ഹിദായത്തേക്, ഇബാദത്തോടുള്ളിൽ പ്രണയമേക്. ഷഹാദത്തോടെ കൺകൾ അടയ്ക്കാൻ മോഹം, സിറാത്ത് മിന്നൽ വേഗം കടക്കാൻ ദാഹം. റബ്ബി നവ്വിർ ഖുലൂബി ബിൽ ആഖിറ, റബ്ബി നവ്വിർ ഖുലൂബി ബിൽ ആഖിറ. ഈ പാട്ടിൻ്റെ രചയിതാവ് നമ്മളൊക്കെ എല്ലാവരും ഒരുപോലെ ആസ്വദിച്ചിരുന്ന പണ്ട് നസീബ് പാടിയിട്ടുള്ളൊരു പാട്ടുണ്ടായിരുന്നു. ഉരുകുന്ന കരളിന് കുളിരേകിലാഹേ, തളരുന്ന മനസ്സിൽ നീ തണലേക റബ്ബേ. ഈ പാട്ട് എഴുതിയിട്ടുള്ള ഇതിൻ്റെ രചയിതാവായിട്ടുള്ള സീനത്ത് ചെറുശോല എന്നവരെഴുതിയിട്ടുള്ള വരികളാണിത്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തതായിട്ട് മിസ്മാറിൽ ഇറങ്ങാനുള്ള ഞങ്ങളുടെ പാട്ട് അതാണ്.
നിലാവ് കായ്ക്കും ഷജറിൻ്റെ നനഞ്ഞ കൊമ്പിൽ ഷിമാലിന്നൊരു കാറ്റ് വന്ന് ഇലകൾ തൊട്ടു. കാറ്റിൻ്റെ ചിറകേറി ഇരുൾ മുകില് നിലാവിൻ്റെ ചില്ലയിൽ. എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റഗ്രാമിൽ മുബീൻ്റെ പാട്ടുകൾ ഞാൻ കേട്ട് തുടങ്ങുന്നത് ജുനൈദ് ചൊർക്കള ഉസ്താദിൻ്റെ പാട്ടുകൾ കേട്ടതിന് ശേഷമാണ്. ചില പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് മുബീൻ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ മുബീൻ പാടിയ എല്ലാ പാട്ടുകളിലും ഒരു മുബീൻ ടച്ച് വരുമ്പോൾ അതിന് പ്രത്യേക ഒരു സ്റ്റൈല്. അത്തരത്തിൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കേട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ അതിലെൻ്റുമ്മാൻ്റെ സ്വരമേ. ആ പാട്ടൊന്ന് പാടും. ആരൊരാൾ പാടുന്ന താരാട്ടു കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ അതിലെൻ്റുമ്മാൻ്റെ സ്വരമേ. ആരൊരാൾ കാട്ടുന്ന വാത്സല്യമോർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ അതിലെൻ്റുമ്മാൻ്റെ മുഖമേ. വളരെ മനസ്സിലേക്ക് എടുത്ത് തട്ടുന്ന ഒരു പാട്ടാണത്. താരാട്ട് പാട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ, താരാട്ടാനുമ്മയെപ്പോലെ വേറൊരു കൂട്ടുണ്ടോ. പണ്ട് മുതലേ നമ്മൾ താരാട്ട് പാട്ടും ഉമ്മയുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള എല്ലാവരും പാടി വന്നൊരു പാട്ട് ഇതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഇന്നത്തെ ജനറേഷനിലെ ആളുകൾക്ക് ആ ഒരു ഉമ്മയുടെ സ്നേഹവും മറ്റൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വരികളായിട്ട് ഇന്നും അത് അവശേഷിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് റമദാൻ മാസത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ഫുർഖാൻ ഖിറാഅത്ത് സീരീസ് ചെയ്തു വരാറുണ്ട്. ഇത്തവണയും വിജയകരമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കത് ചെയ്യണം. ഇത്തവണ ഖിറാഅത്ത് നിർവഹിച്ചിട്ടുള്ളത് മുബീൻ ഹക്ക് ഉസ്താദുണ്ട്, അതുപോലെ ഷംസുദ്ദീൻ അൻവരി കാപ്പ്, അദ്ദേഹത്തിൻ്റെ അനുജൻ സദഖത്തുള്ള കാപ്പ്, ജാഫർ അൻവരി, ഹാഫിൽ ജാഫർ അൻവരി തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഖിറാഅത്ത് നിർവഹിച്ചിട്ടുള്ളത്. ഖിറാഅത്ത് കേൾക്കണം, അതോടൊപ്പം നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക കൂടെ വേണം. ഖിറാഅത്ത് കേട്ടതുകൊണ്ട് മാത്രം നമുക്ക് ഖുർആൻ ഓതിയതിൻ്റെ കൂലി മുഴുവനായിട്ട് കിട്ടണമെന്നില്ല. ഖുർആൻ ഓതിയതിൻ്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ നമ്മൾ ഖുർആൻ ഓതുക തന്നെ ചെയ്യണം. ഖുർആൻ കേട്ടതിനുള്ള പ്രതിഫലം കിട്ടാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഖുർആൻ ഒരുപാട് കേൾക്കണം, ആസ്വദിക്കണം, ഖുർആനിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. റമദാനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന കുറേ പാട്ടുകളുടെ കൂട്ടത്തിൽ പാട്ട് മാത്രമല്ല, റമദാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്നത് ഖുർആനാകണം. അതുകൊണ്ടാണല്ലോ ഫുർഖാനുൽ അലീമാണ്, പരിശേറും പൂങ്കാവാണ്, പവിത്രതയേറിയ താരാമ്പരമാണ്, പെരിയോൻ്റെ കലാമാണ് ഖുർആൻ, പെരിയോൻ്റെ കലാമാണ്, പെരിയോൻ്റെ കലാമാണ് ഖുർആൻ, പെരിയോൻ്റെ കലാമാണ്. ഫുർഖാനുൽ അലീമാണ്, പരിശേറും പൂങ്കാവാണ്, പവിത്രതയേറിയ താരാമ്പരമാണ്, പെരിയോൻ്റെ കലാമാണ് ഖുർആൻ, പെരിയോൻ്റെ കലാമാണ്. പെരിയോൻ്റെ കലാമായിട്ടുള്ള ഖുർആൻ ഓതാനും കേൾക്കാനും ഒക്കെ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് റമദാനിലെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം. ഒഴിവ് സമയങ്ങൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ റമദാൻ മാസത്തിൽ ഒഴിവുള്ള സമയങ്ങൾ ഇതുപോലെയൊക്കെ വരും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഔസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.